ഉറക്കം വന്നിക്കാണെങ്കിലും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ വലിയ വട്ടം വെച്ചിരിക്കണം. ഈ വർക്ക് ഏരിയ കിച്ചനും പാടെ ഒന്നാക്കാനുള്ള പ്ലാനിങ് ആണ്. ആ ഒരു ഏരിയയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിക്കാണെങ്കിൽ കറക്റ്റ് കാണാൻ പറ്റും. എന്തൊക്കെയാ ഹായ് ചങ്ങായിമാരെ, ഞാൻ ഇപ്പോഴേ നാട്ടിലാട്ടോ. പിന്നെ ബാക്കിൽ ഏകദേശം ഒരു 5 സെൻറ്റിൽ 850 സ്ക്വയർ ഫീറ്റിൽ പണി ഫുള്ള് തീർന്നിട്ട് വിറ്റൊരു വീടാണ് ഈ കാണുന്നത്. അപ്പം ഇത് വിറ്റതിന് ശേഷം ഒരു വേറെ ആൾ ഈ വീട് എടുത്ത്, അപ്പോൾ ആ വ്യക്തിക്കുണ്ടല്ലോ ഈ പഴയ സൗകര്യം പോരാന്ന് മാത്രമല്ല ഇതിൻ്റെ മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോറും കൂടെ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നിങ്ങൾക്ക് എന്താണ് കണ്ടൻറ്റ് തരുന്നത് വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ പല ഉത്തരങ്ങളും ഈ ഒരു റിനോവേഷൻ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചുറ്റിക്കറി കാണിച്ചു തരാൻ വേണ്ടി പോകണി. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവിടെ നിന്നാക്കാം. വരി സ്പീഡാക്കണം. ആൾക്കാരെ സമയം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇപ്പോൾ ചെറിയ വീടല്ലേ, അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ ഒതുക്കം നല്ല സെറ്റ്. അതായത് ഈ വീടിൻ്റെ ഈ ഫ്രണ്ടിലെ റൂമിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്റ്റൈൽ ആൾക്കാർക്ക് ആ കയറി വരുമ്പോൾ അവിടുന്ന് സ്റ്റൈൽ കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഈ മൂലയിൽ ഒരു ബോക്സ് ഉണ്ട് 60-ൻ്റെ. ആ ബോക്സ് ആ സൺസൈഡിൻ്റെ ആ വീതിക്ക് ഉണ്ട് അതിൻ്റെ ഒരു ബോക്സ് തരും. അപ്പോൾ ആ ബോക്സിൻ്റെ ഒരു എല്ല് ഇവിടെ പൊളിച്ച് കണ്ടോ, എല്ല് പൊളിച്ചിട്ട് ഈ ചുമര് ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്തു, പഴയ ഇവിടെ ഫ്രണ്ടിലുണ്ടായിരുന്ന 3 ജനവാതിലിൻ്റെ മറി വരെ സൺസൈഡ് ഉണ്ടായിട്ടുള്ളതിനു. അപ്പോൾ അതിൻ്റെ വാക്കിക്ക് ഇതുമ്പോൾ കണ്ട് കൂട്ടിച്ചേർത്ത് ഇനി ആ ബോക്സ് ഇവിടെ പഴയത് ഉണ്ടായിനോ എന്നുള്ളതിൻ്റെ തെളിവാണ് ആ കാണുന്നത്. കണ്ടോ 60-ൻ്റെ ബോക്സിൻ്റെ അടയാളം കണ്ടോ ടോപ്പിൽ. ഒരുപാട് വെറൈറ്റികൾ. പിന്നെ ഈ കാണുന്ന ഇവിടെ ഉണ്ടായിരുന്ന മരത്തിൻ്റെ ജനാല് ഇനി വേണ്ടല്ലോ, അതാ മരത്തിൻ്റെ ജനാലോട് കാണാൻ പറ്റും. അത് ഇരുമ്പിൻ്റെ വേറൊരു അടിച്ചുപൊളി ജനവാതിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലൈൻറ്റ് എന്താക്കി, ആ പഴയ വീതി ഉണ്ടായിരുന്നല്ലോ ആ വീതിക്ക് തന്നെ അവിടുന്ന് ടോപ്പിൽ നിന്ന് ഒരു ബോർഡ് ഇറക്കി. കണ്ടോ ഒരു പുതിയ എൽ ഷേപ്പ് 90 കൂട്ടിച്ചേർത്ത് സെറ്റ്. ഇനി ഇവിടെ ഇതൊക്കെ ഒരു വാള് വരുന്നുണ്ട്. ആ വാള് കുറച്ച് ഹൈറ്റ് വരെ കയറാനുള്ളതാണല്ലോ. അത് ക്ലൈൻറ്റിന് മാത്രമാണ് ഇവിടെ വരെ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങോട്ട് ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ വീടാകുമ്പോൾ ചെറിയ വീടിന് എത്രത്തോളം സിറ്റ് ഔട്ടിന് സൗകര്യം ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ പഴയ വിറ്റ വീടാന്നുള്ളൊരു തെളിവ് ഇതാ കണ്ടോ, ഫുള്ള് പണിയെടുത്ത് വീട് 2 വെട്രിഫൈഡ് ടൈലിവിടെ കാണാൻ പറ്റും, ഐവറി കളർ. ഈ സിറ്റ് ഔട്ടിൽ കയറുകയാണെങ്കിൽ ഈ കാണുന്ന ഇവിടെ ലിൻഡലുണ്ടല്ലോ, ഈ ലിൻഡലിൻ്റെ അടിയിൽ ഇപ്പം കാണുന്ന മരത്തിൻ്റെ കട്ടിലിതാ ജനവാതിലും ഈ വാതിലൊക്കെ പോയിട്ട് ഇത് മൊത്തത്തിൽ നല്ല ഒരു വിൻഡോ, അതായത് പ്രത്യേകിച്ച് വീടുകൾക്ക് വെളിച്ചം കിട്ടാൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു പ്രത്യേക ഇരുമ്പിൻ്റെ ഒരു സെറ്റപ്പ് മഞ്ചാരി ജനവാതിലും വാതിലും കൂടെ ഒപ്പരമുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിവിടെ വരാനുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വന്ന കണ്ടോ സിറ്റ് ഔട്ട് ഏകദേശം ഒരു 2 മീറ്റർ നീളം, 1 മീറ്റർ വീതി, ഒരു കോൺ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് പഴയ ചുമരിൻ്റെ മറി ഇട്ടതാ, ഈ 8 ഇഞ്ചില്ല, ഇതൊരു ചുമരിൻ്റെ മറിയേനി. ആ മറി ഇവിടെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് പഴയ കോലത്തിൽ നമുക്കിവിടെ ഒരു ബൈക്കൊക്കെ നിർത്തിയാൽ സെറ്റപ്പ് ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒരു ചാരുപടി വന്നിക്കുകയാണെങ്കിൽ ഇപ്പം എന്താക്കി അതുമ്പാടെ ഇതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്ത്. അപ്പോൾ അങ്ങനെയാണ് 1 മീറ്റർ വീതി 2 മീറ്റർ നീളത്തിൽ കൂട്ടിച്ചേർത്തു. പിന്നെ മാത്രമല്ല സിറ്റ് ഔട്ടിൽ കസാര കിട്ടി കഴിഞ്ഞാൽ ഉറക്കം വന്നിക്കാണെങ്കിലും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ വട്ടം വെച്ചിരിക്കണം. ഉണ്ടല്ലേ സെറ്റ് വട്ടം. ഇനി ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് മുകളിൽ കയറിയാൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഉള്ള വാങ്ങേ ആൾക്കാർ ചടപ്പിക്കരുത് നമ്മൾ. ഇതാ കണ്ടില്ലേ. ഇനി ഉള്ളിൽ കണ്ട് വരുമ്പം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കണ്ട് ഒരൊറ്റ വിഷയം മൊത്തം കാണിക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. പല വീട്ടിലും പലതായിരിക്കും. ഓക്കെ കണ്ടില്ലേ. നേരെ കാണുമ്പോൾ ഒരു 850 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാൻ മാത്രമേ ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഹാള്, ഒരു വർക്ക് ഏരിയ, ഒരു കിച്ചൺ, അത്ര ഈ വീട്ടിലുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയോ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്തിലാണ്, ഡൈനിങ് ഹാളിലാണ്. അപ്പോൾ ക്ലൈൻറ്റ് എന്താ പറഞ്ഞാൽ ഈ ഒരു ചുമര് ഇവിടെ കാണുന്ന മൂപ്പർക്ക് ഇഷ്ടമില്ല. മൂപ്പര മോഡൽ പ്രകാരം ഈ ചുമര് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഗ്ലാസ് ഫ്രെയിം വരാനുള്ളതാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലോർ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ചുമര് മൊത്തം പോയി കഴിഞ്ഞാൽ ആ മുകളിലത്തെ ചുമരിന് താക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ടോപ്പിൽ കാണുന്ന ബീം. കാണിച്ചോ ഞാൻ നേരെ അങ്ങോട്ട് കാണിക്കുക. അവിടെ ഒരു ബീമുണ്ട്. ആ ബീം എന്താ സംഭവം എന്ന് അറിയോ, ആ ചുമരണ്ടില്ലേ, ആ ചുമര് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫുള്ള് പോവും. അത് ആദ്യം താഴ്ന്ന സ്ലേവ് വേനും, ഇനി അത് ഫുള്ള് പോയിട്ട് എന്ത് ചെയ്യുന്ന അറിയാം. ഇതാണ് വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയ കിച്ചനും പാടെ ഒന്നാക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പം അവിടെയും ടോപ്പിൽ കെട്ടി വരും, അത് ചുമരിൻ്റെ മറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആ ടോപ്പിൽ ഒരു ബീം അടിച്ച് അവൻ സെറ്റായി. ഇത് എന്തിനൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇനി വാ കിച്ചണിക്ക് വാ. ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന് കാണിക്കണമെങ്കിൽ അവിടെ പോകണം. ഇരുട്ടാവാണ് കണ്ടില്ല. എങ്ങോട്ടേക്കാ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇതാണ് പഴയ അടയാളം കണ്ട, തേപ്പിൻ്റെ അടയാളം കണ്ട, വെള്ള കളറ് കമ്പിയാണ്. ഇത് പൊട്ടിച്ചിട്ട് സ്ലേവ് പൊട്ടിച്ചിട്ട് ആ സ്ലേവ് ഇപ്പം എന്താക്കി അവിടുന്ന് പഴയ സ്ലേവ് ഫുള്ള് പൊട്ടിച്ച് ചണ്ടിയാണ് ഈ കാണുന്നത്. ഇതിപ്പം പഴയ ഇവിടെ മെയിൻ സ്ലേവ് ഉണ്ടല്ലോ, മെയിൻ സ്ലേവിൻ്റെ ഹൈറ്റിലാക്കി ആര് ഇപ്പോഴത്തെ ക്ലൈൻറ്റ്. ഇപ്പോൾ ടോപ്പിൽ നിന്ന് അതൊക്കെ കാണാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങ വാ വെള്ളി കിണറ്റയ്ക്ക് വെക്കല്ലേ. പിന്നെ വീടിൻ്റെ ഉള്ളിൽ മാത്രം സൗകര്യം പോരല്ലോ, പുറത്ത് സൗകര്യം കിട്ടാൻ വേണ്ടി ക്ലൈൻറ്റ് എന്ത് ചെയ്തു, കിണറിന് ഹാഫ് സ്ലേവ് അടിച്ചു. നല്ലൊരു കാര്യം കേട്ടോ. അങ്ങോട്ടൊക്കെയാ ആ മെയിൻ സ്ലേവ് ഉണ്ടല്ലോ അതിൻ്റെ ഹൈറ്റ് ആയിപ്പോൾ കിച്ചന്. പിന്നെ ഇവിടെ എടുത്ത് വരാനുള്ളൊരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ സൺസൈഡ് ഉണ്ടല്ലോ എത്ര ഉള്ളേനു ഇവിടുത്തെ ഈ ചാട്ടം ആ പ്രൊജക്ഷന് അതെന്താട്ടി കുറച്ച് നീട്ടിക്കണ്, 1 മീറ്ററോളം കൂട്ടിക്കണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും മഴ ഉള്ള പ്ലാനിങ് ആയിരിക്കാം.
പിന്നെ ആ പഴയ വാതിൽ വയ്ക്കുക, കച്ചവടം ചെയ്യുന്ന സമയത്തുള്ള വാതിലാണ് കണ്ടോ, അതിൻ്റെ ഗ്യാപ്പ് ഇപ്പോൾ എത്ര വന്ന്, അതായത് ഇതൊക്കെ നീട്ടം കൂട്ടി. ഇനി നമുക്ക് ഉള്ളിൽ തന്നെ പോവാം. നമ്മൾ വെറുതെ വളവളായി പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടൻറ്റിനാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ. ഇനി നേരെ വരുന്ന സമയത്ത് അങ്ങോട്ട് അഞ്ചെടുത്താം, ഇവിടെ ഒരു ബീമും അവിടെ ഒരു ബീമും കാണാൻ പറ്റും. മൊത്തത്തിൽ നമ്മൾ പറയാൻ പോണത് ബീമിൻ്റെ കളിയാണ് ഈ പേരൻ്റെ ഉള്ളിൽ. ഇനി സൗകര്യം കാണിച്ചെടുത്തതാ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ, അതാ ഇതാണൊരു ബെഡ്റൂം. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ ആ ഫസ്റ്റ് കാണിച്ച ബെഡ്റൂമാണ് ഈ കാണുന്നത്. 2 ബെഡ്റൂമുള്ളൂ. അതിൽ ശരിക്കും നമ്മളൊരു ഏത് ചെറിയ വീട് ഉണ്ടാക്കുമ്പോഴും സ്റ്റെയർ കണ്ട, ഇതാണ് വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഇറങ്ങുന്നത് നമ്മൾ പുറത്തേക്ക്. അപ്പം സ്റ്റെയറിൻ്റെ അടിയിൽ എന്തായാലും ഒരു ബാത്റൂം ഉണ്ടാവലുണ്ട്. ആ ബാത്റൂം ഒന്നില്ലെങ്കിൽ നമ്മൾ അറ്റാച്ചഡ് ആക്കും, ഒന്നില്ലെങ്കിൽ കോമൺ ആക്കും. അപ്പോൾ ഈ സൈറ്റിൽ പഴയ അവസ്ഥയിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാ, ഇവിടെ ചുമര് മുട്ടിച്ചിട്ടുണ്ട്. അത് ഈ റൂമിലേക്ക് അറ്റാച്ചഡ് ആയിരുന്നു. ഇനി അപ്പുറം ഒരു റൂമോടെ പരിചയപ്പെടുത്താം. കാരണം ഇതേപോലത്തെ ഈ പ്ലാൻ ആർക്കും വേണമെങ്കിലോ ഇതാ ഒന്ന് ചുറ്റിക്കറങ്ങിയ ഇതാ എന്താ ടൈല്, ഫ്ലോറിൽ മാത്രമല്ല ബാത്റൂമൊക്കെ സൂപ്പർ ടൈലൊട്ടിക്കൽ എന്ന് മാത്രമല്ല പക്കാ സ്ലോപ്പൻ. ആ നേരത്തെ ഒന്ന് വെള്ളം വെച്ച് നോക്കിയപ്പോൾ വെള്ളം പക്കായിട്ട് പോകുന്നുണ്ട്. ഇനിയാണ് കണ്ടൻറ്റ് എടുക്കണത്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ സൗകര്യം കൂട്ടിയതൊക്കെ പോട്ടെ, ആർക്ക് കൂട്ടാൻ പറ്റുമെന്നുള്ള ഒന്ന്. പിന്നെ പല ആൾക്കാരും നമുക്ക് ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ്, മച്ചാനെ 2 നില വീടാണ്, പൊതുവേ എല്ലാ ആൾക്കാരും എന്താ ചെയ്യുക, അടിയത്തെ അതേ പ്ലാൻ പ്രകാരമായിരിക്കും ആ വീടിൻ്റെ മുകളിൽ റൂം ഉണ്ടാവുക, അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ മുകളിൽ ഇപ്പം അടിയിലല്ല എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പം മുകളിൽ റൂം ഫ്രീ ഉണ്ട്. അതുകൊണ്ട് താഴത്തുള്ള ഒരു ചുമര് തട്ടണം, സൗകര്യം കൂട്ടാനാണ്. അത് നല്ലൊരു ഹാള് വിശാലത കൂട്ടാനാണ്. അപ്പോൾ തട്ടി കഴിയുമ്പം ആ മുകളിലത്തെ ചുമരിനത് ബാധിക്കും. അപ്പോൾ അതിന് ഐ ബീം വേണോ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ബീം വേണോ, അത് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് പല ആൾക്കാർക്കും സംശയം ഉണ്ടാവല്. അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇവിടെ അടിച്ചുകാണ്ടുള്ള ബീം ഉണ്ടില്ലേ, കല്ലിൻ്റെ 8 ഇഞ്ച് വീതി, അതേപോലെ തന്നെ 1 അടി ഹൈറ്റ് ഉണ്ട്. ഈ ബീം ഇപ്പോൾ കണ്ട ഏറ്റവും ലെങ്ത്ത് കൂടിയ ബീമാണ് കാണുന്നത്. ഏകദേശം 5 മീറ്റർ വരുന്നുണ്ട്. അപ്പം ഒരു ഉപയോഗമുള്ള വീട്, 2 നില വീട്ടിൽ ടോപ്പിൽ ടൈലൊക്കെ ഒട്ടിച്ച വീട്ടിലൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ തോന്നും റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ പറയണേ, ടോപ്പിലൊരു ടൈൽസോ ഒരു ഓട്ടയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, അടിയിൽ നിന്ന് കണ്ട് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ കോൺക്രീറ്റിൻ്റെ ബീമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്നറിയോ, ഈ മൂലുണ്ടല്ലോ, ഇപ്പോൾ ഇത് ആ പഴയ തേപ്പ് അപ്പുറം ഇപ്പുറം കാണാൻ പറ്റും, വെള്ള കളർ കണ്ടോ, സീലിംഗ് അടിച്ച് പെയിൻറ്റ് അടിച്ച സംഭവമാണ്. അപ്പോൾ അത് ഇവിടെ മുട്ടിക്കാണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരെ മറിച്ച് മുകളിൽ ടൈൽസ് ഒന്നും പൊട്ടിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർക്ക് നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഒരു കല്ലിൻ്റെ മുമ്പാടെ കനം കുറച്ചിട്ട് ഇതാ ഇതിലായിരിക്കും ബീം വരും, ഇവിടുന്ന് ഇതുവരെ ബീം വരും. ഒരു കല്ലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെ അടിച്ച് കമ്പി കയറ്റിയിട്ട് അതിലൂടെ കോൺക്രീറ്റ് ചെരിയും. എന്തുകൊണ്ടാണ് പറയാൻ കാരണം, നമ്മൾ മുകളിലത്തെ ഒരു ടൈലിനും ഡിസ്റ്റർബ് വരുത്തുന്നില്ല. പക്ഷേ ഈ സൈറ്റിൽ എന്താ ഉണ്ടായത്, മുകളിൽ നിലം ഉണ്ടാക്കാൻ പോകണുള്ളൂ. ആ സ്ഥിതിക്ക് ഇത് പെട്ടി കറക്റ്റ് മുട്ടിച്ചടിച്ചിട്ട് ആ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ആ കാണുന്ന ഏരിയയിൽ കൂടെ പുറത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പി കയറ്റണത്. അപ്പം ചില ചുമര് 2 ഇതിൻ്റെ ഉള്ളിലാവും. ചുമരിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതേപോലെ മുട്ടിച്ചടിച്ചിട്ടും കമ്പി നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ പല തുറന്നിട്ട് കമ്പി കയറ്റിയിട്ട് പല അടിക്കുക ചെയ്യുക. എന്നിട്ട് മുകളിൽ തുറന്നിട്ട് അതിൽ കൂടെ കോൺക്രീറ്റ് ഇടും. ഇതിപ്പോൾ മുകളിൽ തുറന്നു കണ്ട് കോൺക്രീറ്റ് ഇട്ടുകൊണ്ടാണ് ഇത്ര സെറ്റപ്പ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ലാഭം എന്താണെന്നറിയോ, നമുക്കിപ്പോൾ സീലിംഗ് ചെയ്യുകയാണെങ്കിലും ചിലപ്പം ആണെങ്കിൽ ഇത് കവർ ചെയ്ത് കണ്ട് എന്തെങ്കിലും സീലിംഗ് ചെയ്യാൻ പറ്റും ജിപ്സത്തിൻ്റെ. പക്ഷേ മറ്റേത് ഒന്നും പാടെ താന്ന വൃത്തികേടാണ്. ഐ ബീം വെച്ചാൽ ഇത്ര ആ തിക്നെസ് പവറും കിട്ടില്ല. പിന്നെ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങോട്ടേക്ക് അല്ലാതെ കാണിച്ചവർക്ക് കണ്ടില്ലേ, ഈ സിറ്റുവേഷനിൽ എനിക്ക് മുട്ടിച്ചിട്ട് ഇതേപോലത്തെ ബീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല എന്താ പറയുക, ടോപ്പിൽ തുറന്നിട്ട് ഇതേപോലെ ചെയ്യുക. അതിനുള്ള ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൃത്തി വേറെ തന്നെ. തേച്ചാൽ സ്ക്വയറാക്കി കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പിന്നെ ടോപ്പിൽ നമ്മൾ ഓട്ടാക്കിയിട്ട് കോൺക്രീറ്റ് ഇട്ടതാണ്. ഏകദേശം ഈ കാണുന്ന 5 മീറ്റർ ഈ ബീമിന് കണ്ട അവിടെ തേപ്പ് പൊട്ടിയാണ്. ടോപ്പിൽ 1, ഇതാ ഇവിടെ 2, ഇത് 3. ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ, സംഭവം ടോപ്പിൽ മെഷീൻ കൊണ്ട് നമ്മൾ ഡ്രില്ലുണ്ടല്ലോ കോൺക്രീറ്റ് പൊട്ടിക്കണം, അതിനോണ്ട് ഓട്ടാക്കിയിട്ട് അതിൽക്കൂടെയാണ് ഇത് സംഭവം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യാം, അതിൻ്റെ കോസ്റ്റ് എത്ര അത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, ഇതൊരു പുതിയ വീടാണ്, ഈ ചുമര് മൊത്തം എടുക്കാൻ വേണ്ടി പോകുന്നത്, ആ കൂടത്തിൽ തന്നെ ബീമും വേണം. അപ്പോൾ എന്താ ചെയ്യാന്നറിയോ, ഈ ഭാഗത്ത് ഒരു 3 ജാക്കി അടിക്കും, 3 ജാക്കി സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ 3 ജാക്കി സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയോ, സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പല അടിക്കും, കുറച്ച് കല്ല് ഊരിയിട്ടതാ അവിടെ ആ പല കടിച്ച് മുട്ടിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിൽ ചുമരുണ്ടെങ്കിൽ പോലും ഈ ചുമരിന് എന്താ ചെയ്യുന്നറിയതാ, ചുമരടക്കം ഇതല്ലേ ഫ്ലോറ്, ഇത് ഫ്ലോറാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുരക്കും, ചെറിയൊരു തുരപ്പ് വരുന്നിട്ട് അതിൽ കൂടെ നേരെ കുത്തി ഓട്ടാക്കും. അതേപോലെ കുറച്ച് അപ്പുറത്ത് 1 മീറ്റർ വിട്ടിട്ട് പിന്നെയും ഓട്ടാക്കും, കല്ല് കുറച്ച് പൊടിക്കും. അങ്ങനെ എന്ത് ചെയ്യുള്ളൂ, കോൺക്രീറ്റ് അതിക്ക് ഇങ്ങനെ ഇട്ടിട്ട് വൈബ്രേഷൻ വെക്കുമ്പം ഈ പെട്ടിയിൽ കോൺക്രീറ്റ് ഇങ്ങനെ പരക്കും. കോൺക്രീറ്റ് ഇങ്ങനെ പരന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ പോയി ഫില്ലാക്കിയിട്ട്
നേരെ നമ്മളെ ഓട്ടയ്ക്ക് വാർപ്പിൻ്റെ ലെവലിൽ എത്തുമ്പോണ്ടല്ലോ ഇതിന് എമ്മാ പുടുത്താന്നറിയോ. ഇതാണ് ഏറ്റവും സ്ട്രോങ് പരിപാടി. അപ്പോൾ എന്താണ് ഇതിനിപ്പോൾ 4 ആണിയാണ് ഈ സൈറ്റിൽ. ഇപ്പോൾ ഈ കാണുന്ന ഒരു ബീമിന് മാത്രം 4 ആണിയാണ്. 4 ആണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ബീമിൻ്റെ പല പൊളിച്ചതിന് ശേഷം നമുക്കിതാ ആ മെയിൻ സ്ലേവുമ്പോൾ ടച്ച് ചെയ്ത് കാണാൻ കോൺക്രീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ബീമിലേക്ക് നമ്മളൊരു ആണി കുത്തിച്ച മാതിരി 4 സ്ഥലത്ത് കണ്ടോ ടോപ്പിൽ കയറി പിടിച്ചില്ലേ ഏതാ. അപ്പോൾ 4 ആണി നല്ല പൊടുത്തായി. നേരെ മറിച്ച് മുകളിൽ എൻ്റെ വീട്ടിൽ പൊട്ടിക്കാൻ പറ്റില്ല, ടൈൽസ് കേടർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബീം താഴ്ത്തി അടിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്നറിയോ. നമ്മളതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ ഒരു വരിതാ ഇതേപോലത്തെ ഒരു പൊളി വെക്കേണ്ട അവസ്ഥ വരും. ചട്ടി വല്ല പാളയിലൊക്കെ കോൺക്രീറ്റ് ചേരുള്ളൂ. അങ്ങനെ ചെരിഞ്ഞ് എംസാൻ്റെ കുത്തി തീരാ പോലൊന്നും ഇത്ര സ്ട്രോങ് കിട്ടൂല. ഇതാണ് സെറ്റ്. അപ്പോൾ ആർക്ക് ഏത് ബീം ഇതേപോലെ അടിക്കാൻ പറ്റും കേട്ടോ. ചെറിയ ചിലവുള്ളൂ. ചിലവ് പറഞ്ഞുതരാം. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ എന്തിനാണെന്ന് അറിയോ. ആ 2 ബീം വന്ന് എന്തിനാ വെച്ചാൽ ഇവിടെ ഗ്ലാസിൻ്റെ ചുമരും അതേപോലെ അവിടെ വർക്കേരും അടുക്കള ഒന്നാക്കാനുള്ള വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ 2 കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇത് സംഭവം മറ്റേ ഇതിൻ്റെ ഇത് മറ്റേ നമ്മൾ സ്റ്റെയർ ഉണ്ടല്ലോ, സ്റ്റെയറിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങോട്ടാണ് ഉള്ളത്. ആ ഡയറക്ഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പോകും. കണ്ടില്ലേ, അങ്ങോട്ട് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കോണിക്കൂട് കുറച്ച് വീതി വലിപ്പം കൂടും. അപ്പോൾ അതിന് വേണ്ടി പഴയ ചുമരൂടെ കാണാൻ പറ്റും കണ്ടോ. പഴയ ചുമരാണ് ഈ കാണുന്നത്. ഇത്ര ഉള്ളതിനും ഇതിൻ്റെ പഴയ കോണിക്കൂട് ഉണ്ടായിരുന്നത്. അത് ഇനി അവിടെ ഇറങ്ങുമ്പോൾ വേറൊരു സ്റ്റൈലിലാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചുമരൊക്കെ പൊട്ടിച്ച് കാണാൻ പറ്റും കേട്ടോ. ഇനി ഈ സ്റ്റെയർ ഉണ്ടല്ലോ, ഈ കോൺക്രീറ്റ് മൊത്തം പൊട്ടിച്ചിട്ട് ഇവിടെ സ്ക്വയർ പൈപ്പിൻ്റെ സ്റ്റെയർ വരാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾക്ക് പോവാം. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ആൾതാമസമുള്ള വീട്ടിൽ റിനോവേഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ചുമര് പൊളിക്കുകയാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് ഫ്ലോറിൽ ടൈലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് ചണ്ടിയും ചപ്പറൊക്കെ വികൂട്ടോ. അപ്പോൾ ടൈല് സ്ക്രാച്ച് ആവാതെക്കാൻ എന്താ ചെയ്യുക, നമുക്ക് അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്യാൻ മാത്രമുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ബീം വെച്ച് വിചാരിച്ചോളി. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, അഡ്വാൻറ്റേജ് ആയിട്ട് 3 ജാക്കി ഇവിടെയും 3 ജാക്കി ഇപ്പുറത്തും വെക്കുന്നുണ്ടല്ലോ. ആ ജാക്കി ഏകദേശം ക്യൂറിങ്, ആ കോൺക്രീറ്റ് ഉണങ്ങി പല പൊളിച്ചതിന് ശേഷം ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ആ ഫുള്ള് ജാക്കി വരാൻ പാടില്ല. അതെങ്ങനെ വെച്ചാൽ ഇവിടെ 3ഉം ഇവിടെ 3അല്ല ഉള്ളത്. അത് ആ പല പൊളിച്ചിട്ട് ആ ഫസ്റ്റ് ദിവസം എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് എടുക്കുക, പിന്നെ 2 എടുക്കുക, പിന്നെ അടുത്ത 2 എടുക്കുക. അങ്ങനെ സാവധാനത്തിൽ അതിനെ വെയിറ്റ് ചെയ്യാൻ ഇറക്കുക ചെയ്യുക. അങ്ങനെയാണ് എഞ്ചിനീയേഴ്സ് നമ്മളോട് ആ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ എടുത്താൽ മതി, തിരക്കൊന്നുമില്ല. പിന്നെ കോൺക്രീറ്റ് ഇതേപോലെ റിനോവേഷൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിങ്ങും കൂടെ കാണണം. അതായത് എല്ലാം ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. പിന്നെ ഇരുമ്പിൻ്റെ ബീം ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ ബീം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 6-5 മീറ്റർ വരുന്ന ഏരിയക്ക് ആ കോൺക്രീറ്റ് ആണോ ഇരുമ്പിൻ്റെ ബീമാണോ ലാഭം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിനാണ് ലാഭം. അത് തേച്ച് നല്ല പ്രത്യേക ലുക്കാണല്ലോ. ബീം വെക്കാൻ പറ്റായൊന്നുമല്ല, അതിന് ഇതിനെക്കാട്ടി എക്സ്പെൻസ് കൂടുതലാണ്. അത് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് സൈറ്റ് കിട്ടുകയാണ് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ല ഈ കോണിക്കീടിൻ്റെ ടോപ്പിലൊക്കെയാണ് ഇപ്പോൾ കാലിയാണ്, അതായത് ഇതൊക്കെ പൊട്ടിച്ച് നിലത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ടത്. ഇനി ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ, സ്റ്റെയർ ഇതാ ബാത്റൂമില്ല അടിയത്തെ, ആ ബാത്റൂമൊക്കെ ഫുള്ള് പൊളിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ വരിക, ഇങ്ങനെ അവിടുന്ന് ഒരു കയറി ഇങ്ങനെ വന്ന് ചിലപ്പോൾ തിരിഞ്ഞ് ഇത് കൂടെ ഇറങ്ങുക. അപ്പോൾ ഈ ചുമരിൻ്റെ ഏരിയ ഒക്കെ കാലിയായിട്ട് ആ റൂമുണ്ടല്ലോ ഫ്രണ്ടിൽ, അതിൻ്റെ സെൻറ്ററിലാണ് ഈ കെട്ട് വരുന്നത്. ഇത് കൂടെ ഇറങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചുമരൊക്കെ പൊളിഞ്ഞ് പോകാനുള്ളതാണ്. ഇവിടെയാണ് ഒരു ബീമുള്ളത് കണ്ടോ, അവിടെ നേരെ ഇതുവരെ ഒരു ബീം കെട്ടുമ്പോൾ കയറിയിട്ടുണ്ടോ. അതിൻ്റെ സംഭവമാണ്, ഓട്ടയ്ക്ക് സംഭവമാണ് ഈ കാണുന്നത്. അതേപോലെ ഒന്ന് ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട് സെറ്റ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നേരത്തെ കണ്ട അടുക്കള ഉണ്ടല്ലോ, ഹൈറ്റ് കുറഞ്ഞതിന് അടുക്കള, ആ ഹൈറ്റ് കുറഞ്ഞതിന് അടുക്കള 2 വരുമ്പോൾ ഹൈറ്റ് കൂട്ടി പടവ് ചെയ്ത സമയത്ത് ഇതിപ്പോൾ ഫുള്ള് മെയിൻ സ്ലേവിന് ലെവലായി. സെറ്റല്ലേ. ഇനി പല ആൾക്കാരുടെ ഡൗട്ട് ഉണ്ടാവും, ഈ താമസമുള്ള വീടായാലും താമസമില്ലാത്ത വീടായാലും സ്ലേവ് ഓട്ടാക്കി കഴിഞ്ഞാൽ സ്ലേവ് കേടുന്നില്ല എന്നുള്ളത്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 2ാം നില ഫസ്റ്റ് ഫ്ലോറും കൂടെ ഉണ്ടാക്കുന്ന വീട്ടുകാർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ഇനി ഇതാ സെറ്റപ്പ് കാണിച്ചാൽ അവിടേക്ക് ഉദാഹരണത്തിന് ഇതാ ആ ഒരു ഏരിയയിൽ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ കറക്റ്റ് കാണാൻ പറ്റും. എന്തൊക്കെയാ പഴയ വാർപ്പമ്പല് കണ്ടോ, ഇതാണ് നമ്മൾ ആണി. ഇപ്പം അങ്ങനെ ഉണ്ടോ, ഓക്കെ കണ്ടോ, ഇവിടെ ഓട്ടാക്കിയതാണ്. ഇവിടെ ഒരു ഓട്ടാക്കി, ആ ഓട്ടയെ കൂടെ ഇത് കൂടെ കുറച്ച് കോൺക്രീറ്റ് ഇടും, ഇത് കൂടെ കുറച്ച് കോൺക്രീറ്റ് ഇടും, അതിൽ കൂടെ കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മളെ വൈബ്രേഷൻ മെഷീൻ ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ സൈഡ് അടിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങോട്ട് തെറിക്കില്ല. എല്ലാ ഭാഗത്തൊക്കെ ഇളകി വന്ന് ലാസ്റ്റ് ഈ 4-5 സ്ലേവും കൂടെ കൂട്ടി മുട്ടി ഇവിടെ ലെവൽ ചെയ്തു. ഇപ്പോൾ സംഭവം എന്തായി, സെറ്റായി. അതേപോലെ തന്നെ അതിൻ്റെ ഒരു അടയാളമാണ് ഈ കാണുന്നൊക്കെ. പിന്നെ ഈ സിറ്റ് ഔട്ടിൻ്റെ സെറ്റപ്പ് കാണിച്ചു കൊടുത്താൽ, സിറ്റ് ഔട്ട് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ചുമരുണ്ടല്ല, ഈ അടിയിലുള്ള ചുമര് തട്ടും, എന്നിട്ട് നേരെ ഇവിടെ 2-2.5 വരി എടുക്കാണ്ടാവും. അപ്പോൾ പടുത്തിട്ട് ഈ സ്ലേവ് നേരെ അങ്ങോട്ട് കയറും. ഇനി ഇതിന് എത്രത്തോളം കോസ്റ്റ് വരും എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങളെ വീട്ടിലിപ്പോൾ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ചുമര് മാത്രം പൊളിച്ചുകാണ്ട് ആ മുകളിലത്തെ ലോഡിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു ബീം അടിക്കണമെന്നുണ്ടെങ്കിൽ 2 ആളെ പൊളിക്കാൻ 2 ആളെ വിളിച്ചിരിക്കുകയാണെങ്കിൽ പൊളിച്ചു തരും.
പിന്നെ ആ ഒരു ഏത് നാട്ടിലെ സെൻറ്ററിങ്ങാരോട് പറഞ്ഞിട്ടാണെങ്കിലും ഓർക്ക് സിമ്പിളാക്കിയിട്ട് ചെയ്യാൻ മാത്രമുള്ള പരിപാടികളെ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അതിന് പ്രത്യേകം ഒരു കോസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഒരു എൻജിനീയറിങ് ബേസിൽ ഒരു ചുമര് മാത്രം പൊളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു എൻജിനീയറെ വിളിച്ചുകൊണ്ട് വലിയ സംഭവമാക്കിയിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ എൻജിനീയർക്കും ഓരോ സൂപ്പർവിഷൻ ചാർജും മറ്റേ ചാർജൊക്കെ ഉണ്ടാവും. സാധാരണക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ചുമരടിച്ച് പൊട്ടിച്ച് സെൻറ്ററിങ്ങാരെ വിളിച്ചിട്ടാണെങ്കിൽ ഒരു 3 ആൾക്ക് ഒന്നാണ്ട് ആ ബീമിട്ട് സെറ്റാക്കി പോകും. അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടുതൽ ലൈവ് കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഹെവി ലൈവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഒരു സൈറ്റിൽ നിന്ന് കാണിച്ചു തരാം. പിന്നെ അത് മാത്രമല്ല ഈ സൈറ്റ് ഇപ്പോൾ നമ്മൾ പണി തുടങ്ങിയ സൈറ്റാണ്. ഇവിടുന്ന് ഒരുപാട് അടിച്ചുപൊളി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.